നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമ്മുടെ കഴിഞ്ഞ +2 ലെവൽ എക്സാമിന് ഒരു 2 ചോദ്യം വന്ന ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി എന്ന് തന്നിട്ട് ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിലെ 4 ഓപ്ഷനും വന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഇനിയും ചോദ്യങ്ങൾ വരാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സമ്പദ് ശാസ്ത്ര ചിന്തകൾ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ 30 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേ 6 ആണ് ഇന്ന് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററും കൂടെയാണിത്. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ് മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപാദനം. അപ്പൊ ആദ്യം പഠിക്കേണ്ട പോയിന്റ് എന്താണ് ഉൽപാദനം, എന്താണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ്. അപ്പോ ഒരാള് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം, ഫോർ എക്സാമ്പിൾ സോപ്പ് നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള വസ്തുവാണ്. അത് നമ്മൾ എങ്ങനെയാണ് ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ അത് പോയി വാങ്ങും അല്ലേ? അപ്പോൾ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം അഥവാ കൺസംഷനിലൂടെയാണ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അതിനാൽ ഉൽപാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉൽപാദനം പ്രൊഡക്ഷൻ, വിതരണം ഡിസ്ട്രിബ്യൂഷൻ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം കൺസംഷൻ, ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് സാമ്പത്തിക ശാസ്ത്രം? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഒരു കറക്റ്റ് ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത പഠിക്കേണ്ട പോയിന്റ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. അതില് 1ാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഞാൻ ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. വേറെ തിയറി പോർഷൻസ് കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും വേണ്ട. അതൊക്കെ സ്കൂൾ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം മതി. അപ്പൊ അടുത്ത പഠിക്കേണ്ട പോയിന്റ് എന്താ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1723 മുതൽ 1790 വരെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? ആദം സ്മിത്ത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. അത് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രമാണ് തരാറ്. അപ്പൊ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ആദം സ്മിത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1723 മുതൽ 1790 വരെയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ലേസഫെയർ തിയറി. ലേസഫെയർ സിദ്ധാന്തം ഇമ്പോർട്ടന്റ് ആണ്. ലേസഫെയർ സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആദം സ്മിത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ലേസഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്? അതായത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രതിപാദിക്കുന്ന ആദം സ്മിത്തിന്റെ തിയറിയാണ് ലേസഫെയർ തിയറി എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പ്രതിപാദിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് ലേസഫെയർ സിദ്ധാന്തം. ആരുടേതാണ്? ആദം സ്മിത്തിൻ്റെതാണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് കാൾ മാക്സിന്റെ കാലഘട്ടം 1718 മുതൽ 1783 വരെയാണ്. 1718 മുതൽ 1783 വരെയാണ്. ഇദ്ദേഹം തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് കാൾ മാക്സ് ആണ്. ഉൽപാദനത്തിന്റെ
വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചത് മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ്. അതായത് ഉൽപാദനത്തിന്റെ ഒരു ഭാഗം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗം മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ് കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു കാൾ മാർക്സിന്റെ സ്വപ്നം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു കാൾ മാർക്സിന്റെ സ്വപ്നം. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് മൂലധനം. മൂലധനം ദാസ് ക്യാപിറ്റൽ എന്നാണ് ഇംഗ്ലീഷ്. അത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാൾ മാർക്സിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. അടുത്തത്, സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും പറഞ്ഞത് ആരാണ്? ആൽഫ്രഡ് മാർഷ്യൽ ആണ്. ആൽഫ്രഡ് മാർഷ്യൽ. അപ്പൊ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ആൽഫ്രഡ് മാർഷ്യലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1842 മുതൽ 1924 വരെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം. ആരുടേതാണ് ചോദിക്കാം? ആൽഫ്രഡ് മാർഷ്യലിന്റേതാണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം ആൽഫ്രഡ് മാർഷ്യലിന്റേതാണ്. ഇദ്ദേഹം എന്താ പറഞ്ഞത്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. എന്താണ്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. അപ്പൊ നീഡ്സ് കൂടുതലാണ്, പക്ഷേ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. പിന്നെ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. കറക്റ്റാണ്. കാരണം കുറച്ച് വിഭവങ്ങൾ ഉള്ളപ്പോൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണന നിശ്ചയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ലയണൽ റോബിൻസ് ആണ്. അദ്ദേഹം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. 1898 മുതൽ 1984 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അടുത്ത ഒരു ശാസ്ത്രജ്ഞന്റെ പേരും കൂടെ പഠിക്കാനുണ്ട്. പോൾ എ സാമുൽസൺ ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുൽസൺ പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച ഒരു സാമ്പത്തിക ആസൂത്രണം, അതായത് എക്കണോമിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശരിയായ വിഭവ വിനിയോഗം, ശരിയായ റിസോഴ്സസ് വിനിയോഗിക്കുകയും വേണം. അതിന്റെ ഫലമാണെന്ന് ആരാണ് പറഞ്ഞത്? പോൾ എ സാമുൽസൺ ആണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1915 മുതൽ 2009 വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നു. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോ ഓരോരുത്തരായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആദം സ്മിത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയത് ആരാ? കാൾ മാർക്സ്. ആൽഫ്രഡ് മാർഷ്യൽ എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ക്ഷേമം. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ആരാ പറഞ്ഞത്? ലയണൽ റോബിൻസ്. പോൾ എ സാമുൽസൺ എന്താ പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും ആൾക്കാരെ, എത്ര പേരെ പറഞ്ഞു? 5 പേരെ പറഞ്ഞു. ഈ 5 പേരെയും ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്നാൽ, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? ചാണക്യനാണ്. ആരായിരുന്നു ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അപ്പോ ചാണക്യൻ, വിഷ്ണുഗുപ്തൻ, ചാണക്യൻ എല്ലാവരും ഒന്ന് തന്നെ സെയിം ആള് തന്നെയാണ്. വിഷ്ണുഗുപ്തൻ എന്നാണ് ചാണക്യന്റെ യഥാർത്ഥ പേര്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് അർത്ഥശാസ്ത്രം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? ചാണക്യനാണ്. അപ്പൊ മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ചാണക്യനാണ്. ചാണക്യന്റെ കാലഘട്ടം BC 370 മുതൽ 283 വരെയാണ്. BC 370 മുതൽ 283 വരെയാണ്. ഇനി
ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ആര്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പോ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ചോർച്ചാ സിദ്ധാന്തം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന, അതായത് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോയി. അത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണ് ഏത്? ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ റിസോഴ്സസ് മൊത്തം ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോയി. എങ്ങനെയൊക്കെയാണ് അവർ ചോർത്തിക്കൊണ്ടുപോയത്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തിൽ പ്രതിപാദിച്ചത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1825 മുതൽ 1917 വരെയാണ് ദാദാഭായ് നവറോജിയുടെ കാലഘട്ടം. ഇനി ആർ സി ദത്തിന്റെ ഒരു ബുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് PSC. രമേശ് ചന്ദ്ര ദത്ത് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് രചിച്ചത് RC ദത്താണ്. ഇദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞനാണ് ആര്? RC ദത്ത്. അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ RC ദത്ത് വ്യക്തമാക്കി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർക്കുക. അടുത്തത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, അടിവരയിട്ട് പഠിച്ചോളൂ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് ആര്? മഹാത്മാഗാന്ധി. ഒന്നുകൂടെ പറയാം. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദ് സ്വരാജ് ആണ്. 1909 ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ് പബ്ലിഷ് ചെയ്ത വർഷം 1909. ഇതിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നത് ഗാന്ധിജിയാണ്. അപ്പം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നത് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. എക്സാമിന് നമ്മുടെ +2 ലെവൽ ഫസ്റ്റ് ഫേസ് എക്സാമിന് ആ ഓപ്ഷനില് ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പദം ഏതാണ്? ട്രസ്റ്റിഷിപ്പ് ആണ് കൊടുക്കുന്നത്. അത് കറക്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നാണ് അത് വന്നത്. അപ്പൊ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ. ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ വ്യക്തമാക്കിയത്. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കം, അതായത് മുതലാളി തനിക്കു മാത്രമുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്നുള്ള രീതിയിലും ആയിരിക്കണമെന്ന് പറഞ്ഞു. അതായത് മുതലാളി ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം സമ്പത്ത് കയ്യിൽ വെക്കേണ്ടത്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളില്ലാതെ മറ്റ് അനന്തരാവകാശികൾ ഇല്ല. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. അതാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉള്ളടക്കമാണ് ഈ 4 പോയിന്റ്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ 4 പോയിന്റ്സ്. അടുത്തത്
ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ കാർഷിക ഗ്രാമീണ വ്യവസ്ഥ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾ, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയായിരുന്നു? JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവരാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ടത്. ഇതില് ശ്രീമൻ നാരായണന്റെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഗാന്ധി പ്ലാൻ 1944 അവതരിപ്പിച്ചത്. ഗാന്ധി പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീമൻ നാരായൺ ആണ്. 1944 വർഷം കൂടി ഓർക്കുക. അടുത്ത പോയിന്റ്, കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഇവര് 3 പേരും മുന്നോട്ട് വെച്ചത്. അപ്പൊ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് JC കുമരപ്പയും ശ്രീമൻ നാരായണും ധരംപാലും ഒക്കെ മുന്നോട്ട് വെച്ചത്. ഇനി ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? അമർത്യ സെൻ. അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? PSC ചോദിച്ചായിരുന്നു. മനുഷ്യക്ഷേമം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് PSC തന്നത്. മനുഷ്യക്ഷേമം ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാമ്പത്തിക അസമത്വം, വികസനം. അപ്പോൾ അമർത്യ സെൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. അപ്പൊ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. അതാണ് എപ്പോഴും PSC ചോദിക്കാറ്. 1998 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. കറണ്ട് അഫയറിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച 2ാമത്തെ ഇന്ത്യക്കാരൻ അഭിജിത് ബാനർജിയാണ്. അഭിജിത് ബാനർജിക്ക് 2019 അഭിജിത് ബാനർജിക്കും അഭിജിത് ബാനർജിയുടെ ഭാര്യയായ എസ്തർ ദുഫ്ലോയ്ക്കും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമർത്യ സെൻ തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? ദാരിദ്ര്യം, അതുപോലെ അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് അദ്ദേഹം തന്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നു, നിങ്ങളത് കണ്ടു കാണും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഇപ്പൊ രാത്രി 11 മണിക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. Day 6 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ടോപ്പിക്കും ഇപ്പൊ എടുത്ത ക്ലാസ്സും അതിൽ വരുന്നതാണ്. നന്നായി. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. Unacademy. Unacademy ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. Unacademyയിൽ 10th ലെവൽ മെയിൻസ് എക്സാമിനു വേണ്ടി 100 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് ഏപ്രിൽ 28 തുടങ്ങാൻ പോവുകയാണ്. ബാച്ച് കോഴ്സിന്റെ പേര് ജേതാവ് എന്നാണ്. 8 എഡ്യൂക്കേറ്റേഴ്സ് ഉൾപ്പെടുന്ന ബാച്ച് കോഴ്സാണിത്. അപ്പൊ ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. ഈ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Unacademyയിൽ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സും കൂടാതെ Unacademyയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുള്ള എല്ലാ കോഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടും ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കൂടാതെ HSA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് Unacademyയിൽ ഏപ്രിൽ മാസം 27 2 എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ 23 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു 100 ഡേ ബാച്ച് കോഴ്സാണ് ലക്ഷ്യം. അപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേറ്റർ ആയ മൻസൂർ അലി സാർ അടക്കം ഇതിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടാതെ ഏപ്രിൽ 21 സ്റ്റാർട്ടായ ദൗത്യം എന്ന ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു 30 ഡേ കോഴ്സാണ്. ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ്സും ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ഒരുപാട് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും PDF നോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അതും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക.